ഹായ് ഹലോ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് സാരി പ്രീ പ്ലീറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന മെഷർമെന്റിനെ കുറിച്ചാണ്. അത് ടേപ്പ് ഉപയോഗിച്ചാണ് ഞാൻ ആ മെഷർമെന്റ് ചെയ്തത്. അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് കുറേ ആള് എന്നെ പേഴ്സണലായിട്ട് ചോദിച്ചു, സാരിയിൽ എങ്ങനെയാണ് മെഷർമെന്റ് ചെയ്യുന്നത്, അതുകൂടി ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇന്ന് സാരിയിൽ കൂടി മെഷർ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്, അതോടൊപ്പം പ്ലീറ്റ് ചെയ്യുന്ന കാര്യം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ ടേപ്പ് ഉപയോഗിച്ച് മെഷർമെന്റ് ചെയ്തില്ലേ, ആ മെഷർമെന്റ് എങ്ങനെയാണ് സാരിയിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇതാണ് ഞാൻ എടുത്തേക്കുന്ന സാരി. ഈ സാരിക്ക് ഒരു പ്രത്യേകത എന്നല്ല, ഒരു 16 വർഷമായിട്ട് എൻ്റെ പെട്ടിയിൽ കിടക്കുന്ന ഒരു സാരിയാണ്. ഇതുവരെ ഉടുത്തിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് പുറത്തെടുത്തത്. ഇപ്പൊ ഒരു ട്രെൻഡ് ആയിട്ടുള്ള ഈ ഒരു ലൈറ്റ് കളറും അതുപോലെ ഈ സിൽവർ ബോർഡർ ഒക്കെയാണ് ഇപ്പൊ ട്രെൻഡ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഒന്ന് എടുക്കാമല്ലോ, നെക്സ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ ഇതിലൊന്ന് പ്ലീറ്റ് ചെയ്തെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ സാരി എടുക്കാം. അതിനുശേഷം നമ്മൾ ടേപ്പ് എടുക്കാം. ഇനി നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് നമ്മൾ എടുത്തത് ഷോൾഡർ ടു പല്ലു ലെങ്ത് ആണ്. ഷോൾഡർ ടു പല്ലു ലെങ്ത് എനിക്ക് വന്നത് 45 45 ആണ് എൻ്റെ പല്ലു ലെങ്ത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് മെഷർ ചെയ്യുക? സാരിയുടെ പല്ലു എടുക്കുക, എൻഡ് എടുക്കുക, നമ്മളിങ്ങനെ കുത്തി വെക്കുന്ന ഭാഗം കയ്യിലെടുക്കുക. അതിനുശേഷം ടേപ്പ് സാരിയുടെ എൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ അളവെടുക്കുക. അപ്പം 45 എനിക്ക് എൻ്റെ പല്ലുവിൻ്റെ അളവ്. അപ്പോൾ ഇതാണ് 45 ഇവിടെ വന്നു. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒരു സേഫ്റ്റി പിൻ എടുക്കുക. ഈ പിൻ എന്ത് ചെയ്യുക? നമ്മളിവിടെ ഇങ്ങനെ കുത്തിക്കൊടുക്കുക. 45 അവിടെ കുത്തിക്കൊടുക്കുക, ഇങ്ങനെ കുത്തിക്കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടിയതാണ് നമ്മളുടെ 45. ഇനി നമ്മൾ ഷേപ്പാണ് എടുക്കുന്നത്. ഷേപ്പ് മെഷർമെന്റ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷേപ്പ് മെഷർമെന്റ് എൻ്റെത് വരുന്നത് 49 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പിൻ ചെയ്ത ഭാഗത്ത് വീണ്ടും ടേപ്പ് എടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് 49 എവിടെയാണോ 49 പിടിക്കുക. 49 പിടിച്ച് വീണ്ടും ഒരു സേഫ്റ്റി പിൻ എടുക്കാം. 49 പിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഷേപ്പ് മെഷർമെന്റ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് സെന്റർ പ്ലീറ്റ് മെഷർമെന്റ് ആണ്. അത് ഞാൻ മെഷർ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. സാരിയുടെ ഫസ്റ്റ് ഭാഗം, നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം, നമ്മൾ വലതുവശത്താണല്ലോ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത്, ആ ഭാഗത്തെടുക്കുക. അവിടെ ടേപ്പ് വെച്ച് മെഷർ ചെയ്യുക, അളവെടുക്കുക. എൻ്റെ സെൻറ്റർ പ്ലീറ്റ് മെഷർമെൻറ്റ് വരുന്നത് 47 ആണ്, 47. അപ്പോൾ നമുക്ക് 47 വരെ ഇങ്ങനെ മെഷർ ചെയ്യാം. 47 വരെ മെഷർ ചെയ്യാം. ഇവിടെയാണ് വരുന്നത്. അപ്പം 47 പിടിച്ച് ഒരു പിൻ ചെയ്ത് കൊടുക്കുക. 47 ഒരു പിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 പിന്ന് നമുക്ക് കിട്ടും. 3 പിന്ന് നമുക്ക് മെഷർമെൻ്റായി കിട്ടും. ഇതേ കാര്യം തന്നെ സാരിയിൽ എങ്ങനെ മെഷർ ചെയ്യുന്നത് നോക്കാം, അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പല്ലു ഷോൾഡറിലിടുക. എത്രയാണോ ലെങ്ത് വേണ്ടത് അത് നോട്ട് ചെയ്യുക, നോക്കുക, ഇങ്ങനെ നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ എവിടെയാണോ പിൻ ചെയ്യുന്നത് അവിടെ പിടിക്കുക, അവിടെ ഒരു പിൻ ചെയ്ത് വെക്കുക. നേരത്തെ ഇത് ഓൾറെഡി ഞാൻ പിൻ ചെയ്തതുകൊണ്ട് അത് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം അവിടെ തന്നെ വെച്ചിട്ട് വീണ്ടും നമ്മൾ ടേപ്പ് ചുറ്റിയെടുത്തില്ലേ സാരി എടുക്കുന്ന പോലെ, അതുപോലെ തന്നെ സാരി ചുറ്റിയെടുക്കുക. സാരി ചുറ്റിയെടുത്തിട്ട് ഇവിടെ നിന്ന് മാറാൻ പാടില്ല കേട്ടോ. ഇവിടെ ടൈറ്റ് ചെയ്ത് ഷേപ്പിൻ്റെ നമ്മൾ എവിടെയാണ് ഷേപ്പിന് പിൻ ചെയ്യുന്നത് അവിടെ കൊണ്ടുവരിക. അവിടെ പിടിച്ചിട്ട് അവിടെയും ഇതുപോലെ ഒരു പിൻ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണോ സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ പിടിക്കുക, ഒരു റൗണ്ട് ചുറ്റുക.
എന്നിട്ട് ഇടത്തേ കാലിൻ്റെ സെൻട്രൽ ഭാഗം വരെ കൊണ്ടുവരിക, അവിടെ പിടിക്കുക, അവിടെ ഒരു പിൻ ചെയ്യുക. അങ്ങനെ 3 പിൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ സാരി പ്ലീറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ കൂടി കാണിക്കാമെന്ന്. പക്ഷെ മെഷർമെൻറ്റിൻ്റെ കാര്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കൊണ്ട് വീഡിയോ ലോങ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് പ്ലീറ്റ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.